ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. RSSും BJPയും ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് AICCയുടെ തീരുമാനം. മറ്റൊരു വാർത്ത ഇന്ന് പ്രധാനമായി വന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി സവാദിനെ കൊച്ചിയിലെ NIA കോടതി റിമാൻഡ് ചെയ്തു എന്നതാണ്. മറ്റൊരു വാർത്ത, മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പായി. സഭാ ആസ്ഥാനത്ത് മാർപ്പാപ്പയുടെ അനുമതിയോടെ പ്രഖ്യാപനം. നോക്കാം ഇന്ന് സംഭവിച്ചത്. പ്രേക്ഷകർക്ക് സ്വാഗതം. അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. RSSും BJPയും ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് AICCയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ കേളികൊട്ടാണ് ക്ഷേത്രോദ്ഘാടനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ടത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അനുസരിച്ച് നിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികൊട്ടലാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. തീരുമാനത്തിൽ കോൺഗ്രസിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് BJP പ്രതികരിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്? എന്താണ് AICCയുടെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഒരു കാലതാമസം നേരിട്ട ഒരു നിലപാട് കൂടിയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാര്യം, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം ലഭിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. പ്രധാനമായും ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇതൊരു RSS BJP രാഷ്ട്രീയമായി നടത്തുന്ന ഒരു പരിപാടിയാണ്, അതിൽ പങ്കെടുക്കേണ്ടതില്ല. ഒപ്പം തന്നെ പൂർണ്ണമായ ആദരവോടുകൂടി തന്നെ ഈ ഒരു ക്ഷണത്തെ നിരസിക്കുന്നു എന്നുകൂടി അതിൽ ചേർക്കുന്നുണ്ട്. ഈ വിശ്വാസികളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനപൂർവ്വം തന്നെ ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഒപ്പം തന്നെ അന്ന് ഈ ക്ഷണം നൽകിയ സമയത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണമായിരുന്നു പലതരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അന്ന് വഴിവെച്ചത്. ഇന്ത്യ സഖ്യത്തിനകത്ത് പോലും ഇതിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നതിന് ആ ഒരു പ്രതികരണം വഴിവെക്കുകയുണ്ടായി. പല നേതാക്കളും കോൺഗ്രസിന്റെ മൗനത്തിൽ അതൃപ്തി അറിയിച്ചു. കേരളത്തിൽ പോലും കേരള നേതാക്കളിൽ പലരും രണ്ട് അഭിപ്രായങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനമായും MP K മുരളീധരൻ AICC ദേശീയ നേതൃത്വത്തെ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നടക്കമുള്ള നിലപാട് അറിയിക്കുന്നുണ്ട്. ഒപ്പം ശശി തരൂർ MP ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് നടത്തിയത്. കാരണം ഇതിലൊരു തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണ്ടിവരുമെന്ന തരത്തിലായിരുന്നു ശശി തരൂർ MPയുടെ മറുപടി. അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലൂടെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ അവസാനം കോൺഗ്രസ് ഇതിൽ ഒറ്റ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ്. ഉറപ്പായും മുന്നണിയിലെ ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഇതിന് പിന്നിലുണ്ട് എന്നതിൽ പിന്നിലുള്ളത് എന്ന് ഈ നിലപാടിലേക്ക് എത്താൻ കാരണമായി എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ പലരും ഈ ഒരു ക്ഷണം ലഭിച്ച അവസരത്തിൽ തന്നെ ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഈ ഘടകകക്ഷികളിലെ പാർട്ടികൾ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. ഒപ്പം സമസ്തയുടെ മുഖപത്രം ഈ ക്ഷണം സ്വീകരിച്ച തീരുമാനത്തെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എന്തായാലും ആ വിമർശനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒടുവിലാണ് കോൺഗ്രസ് ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ KC വേണുഗോപാൽ നടത്തിയ പ്രതികരണം എന്നുള്ളത് ഇത് തെരഞ്ഞെടുപ്പിന് മുൻപായി BJP നടത്തുന്ന ഒരു കേളികൊട്ടാണ്, തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു പരിപാടിയായി തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ കൂടി എത്തിച്ചേർന്നത്. എന്തായാലും ഒരു കാലതാമസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ പിന്നിട്ടാണ് കോൺഗ്രസിന് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഗോപി,
അച്യുതന്റെ ഈ തീരുമാനം, കോൺഗ്രസിന്റെ ഈ നിലപാട് പ്രഖ്യാപിക്കൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമല്ലേ? ഏകകണ്ഠമായി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ രാമക്ഷേത്രത്തിലേക്കുള്ള ക്ഷണത്തെ സ്വീകരിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. കമൽനാഥ് ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച സമീപനം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ പാർട്ടിക്കകത്തെ അഭിപ്രായ ഭിന്നതകളെ ഒക്കെ മറികടന്നുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്? ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഇത് നിർണായകമായി സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, അതുതന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ മുന്നണിയിലെ ഘടകകക്ഷികളെ പിണക്കണ്ട എന്നൊരു തീരുമാനമാണ്. കാരണം പാർട്ടിക്കുള്ളിലെ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കുവാൻ ഒരുപക്ഷെ കഴിയും. പക്ഷേ ഈ ഘടകകക്ഷികളിൽ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ ഭിന്നത ഉടലെടുത്ത് അത് ഈ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് ഈ അവസാന ഘട്ടത്തിൽ ഒരിക്കലും കോൺഗ്രസിന് ഗുണം ചെയ്തേക്കില്ല. കാരണം ഈ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നത് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസ് മറ്റ് പാർട്ടികൾ ഭൂരിപക്ഷ പാർട്ടികളും പങ്കെടുക്കില്ല എന്ന അഭിപ്രായം അറിയിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിന്നാൽ അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കില്ല എന്നുള്ള വിലയിരുത്തൽ അതുണ്ട്. അത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനും ഇടയാക്കിയത്. കാരണം RJDയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അങ്ങനെ പലരും തൃണമൂൽ കോൺഗ്രസ് അടക്കം CPIM അടക്കമുള്ള പാർട്ടികൾ ഇതിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും ചോദ്യമുയർന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കൃത്യമായി കോൺഗ്രസ് അന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത് അത് പാർട്ടി തീരുമാനിച്ച് ഒരു നിലപാടിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതിപ്പോൾ വൈകിയാണെങ്കിലും കോൺഗ്രസ് ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇതിൽ ക്ഷണം ലഭിച്ചിരുന്നത് സോണിയാഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൌധരിക്കുമാണ്. എന്തായാലും ഇവർ പങ്കെടുക്കില്ല, പകരം ഒരു പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. അത് ഒരു പക്ഷേ ഈ അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും മുന്നണിയിലെ കെട്ടുറപ്പിനെ പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് കൂടി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. 13 വർഷങ്ങൾക്കിപ്പുറം കൈവെട്ട് കേസിലെ 1-ാം പ്രതി NIA വലയിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി 13 വർഷത്തിന് ശേഷം പിടിയിലായി. 1-ാം പ്രതി സവാദിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയിലെ കൊച്ചിയിലെ NIA കോടതി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി S ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പ്രതിയെ റിമാൻഡ് ചെയ്തു സവാദിനെ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? സവാദിനെ NIA എങ്ങനെയാണ് വലയിലാക്കിയത്? അതിന്റെ വിവരങ്ങൾ കൂടി. ഗോപി, സംസ്ഥാനം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിൽ 13 കൊല്ലത്തിന് ശേഷമാണ് കേസിലെ മുഖ്യപ്രതിയെ ഇന്ന് രാവിലെ വളരെ രഹസ്യ നീക്കത്തിലൂടെ NIA അറസ്റ്റ് ചെയ്യുന്നത്. സവാദിനെ മട്ടന്നൂർ ബേരത്ത് നിന്നാണ് NIA സംഘം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇവിടെ NIA കോടതിയിൽ ഹാജരാക്കുകയും ഈ മാസം 24-ാം തീയതി വരെ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ മുഖം ഉൾപ്പെടെ മറച്ചുകൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കിയതും പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ഈ കേസിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതിയാണ് സവാദ്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നു. ഈ കേസിൽ സവാദിന് വേണ്ടി വീണ്ടും വിചാരണ ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖം മറച്ച് മറ്റാരും തിരിച്ചറിയാതെ ഈ കേസിലെ ഇര തന്നെ പ്രതിയെ തിരിച്ചറിയാനുള്ള സാഹചര്യം NIA ഉണ്ടാക്കുന്നത്. അതിനാണ് മുഖം മറച്ചു കൊണ്ടുവന്നത്. ഏതായാലും ഈ കേസിൽ 13 വർഷമാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. അത് പാകിസ്ഥാനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും അടക്കം NIA അന്വേഷിച്ച പ്രതിയാണ്. ലുക്കൌട്ട് നോട്ടീസ് പലതവണ ഇറക്കിയിരുന്നു, ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അന്നൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയായിരുന്ന പ്രതിയാണ് വളരെ രഹസ്യമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോഴും ഷാജഹാൻ എന്ന പേരാണ് ആദ്യം ഇവർ NIAയോട് പറഞ്ഞത്. പിന്നീട് നിരന്തരം ചോദ്യം ചെയ്യലിലാണ് സവാദാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും. കണ്ണൂരിൽ തന്നെ വിളക്കോടാണ് ആദ്യം താമസിച്ചിരുന്നത്. തടി ജോലികൾ ചെയ്ത് അവിടെ ഭാര്യയും കുട്ടികളുമായി താമസിച്ചു വരികയായിരുന്നു. ഏതായാലും ആർക്കും സംശയം കൊടുക്കാതെ NIA നടത്തിയ ഒരു നീക്കം, അതിലൂടെയാണ് സവാദിനെ അറസ്റ്റ് ചെയ്യുന്നത്. ലോക്കൽ പോലീസ് സവാദിനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ വിവരം അറിയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും 13 വർഷത്തിന് ശേഷമാണ് കേരളം ഏറെ ചർച്ച ചെയ്ത കൈവെട്ട് കേസിലെ 1-ാം പ്രതിയെ NIA സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ ഒരു കേസിൽ എല്ലാ നടപടിക്രമങ്ങളും വീണ്ടും നടത്തേണ്ടതുണ്ട്. അടുത്ത ദിവസം തന്നെ പ്രതിയെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് NIAയുടെ അപേക്ഷ കോടതിയിൽ എത്താനും സാധ്യതയുണ്ട്.
ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി 13 വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത്. ആ സംഭവങ്ങളുടെ നാൾ വഴി ഇങ്ങനെ. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യത്തിൽ മതനിന്ദയുണ്ടെന്ന ആരോപണത്തിലാണ് സംഭവത്തിന്റെ തുടക്കം. മാർച്ച് 26 ചോദ്യക്കടലാസ് തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. TJ ജോസഫ് ഒളിവിൽ പോയി. 2010 ഏപ്രിൽ 1 പ്രൊഫസർ TJ ജോസഫ് കീഴടങ്ങുന്നു. 2010 ജൂലൈ 4 ഏഴംഗ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തക സംഘം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രൊഫസർ TJ ജോസഫിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വലതു കൈപ്പത്തി വെട്ടിമാറ്റി. പ്രതികളിൽ ഒരാളായ ജാഫർ മാത്രം അറസ്റ്റിലായി. 2010 സെപ്റ്റംബർ 1 സർവകലാശാല പ്രൊഫസർ TJ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2011 ഏപ്രിൽ 4 NIA കേസ് ഏറ്റെടുത്തു. 2013 നവംബർ പ്രൊഫസർ TJ ജോസഫിനെതിരായ മതനിന്ദാ കേസ് കോടതി തള്ളി. 2014 മാർച്ച് 19 പ്രൊഫസർ TJ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. 2015 ഏപ്രിൽ 30 13 പേർ കുറ്റക്കാരെന്ന് NIA കോടതി വിധിച്ചു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ച കേസിൽ 18 പേരെ കുറ്റവിമുക്തരാക്കി. 2023 ജൂലൈ 6 പേർ കൂടി കുറ്റക്കാരെന്ന് NIA കോടതി. 3 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 5 പേരെ വെറുതെ വിട്ടു. 2024 ജനുവരി 10 ഒന്നാം പ്രതി സവാദ് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിൽ. ന്യൂസ് ഡെസ്ക് 24. സീറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ. തൃശൂർ സ്വദേശിയായ റാഫേൽ തട്ടിൽ 2018 മുതൽ ശംഷാബാദ് ബിഷപ്പായിരുന്നു. മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ ചേർന്ന സിനഡാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. നാളെയാണ് മാർ റാഫേൽ തട്ടലിന്റെ സ്ഥാനാരോഹണം. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്ന് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് 24നോട് പറഞ്ഞു. ഞാൻ എല്ലാം തീർന്നു കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെ തീർക്കും, എങ്ങനെ തീരുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കേട്ട് കഴിയുമ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടെ നമുക്ക് തീർക്കാൻ സാധിക്കും. ആരും സഭയുടെ ശത്രുക്കളല്ല. ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ ആദർശങ്ങളിൽ ആർക്കും പൂർണ്ണ സത്യമില്ല. എല്ലാവരുടെയും പാർഷ്യൽ ട്രൂത്തേ ഉള്ളൂ. ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭംഗിയാവും ഞാൻ വിശ്വസിക്കുന്നത്. മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് നിരവധി പേർ മാർ റാഫേൽ തട്ടിലിന് ആശംസകൾ നേർന്നു. കുർബാന തർക്കമടക്കമുള്ള വിഷയങ്ങളിൽ മാർ റാഫേൽ തട്ടിൽ നീതിയുക്തമായി ഇടപെടും എന്നാണ് പ്രതീക്ഷയെന്ന് അൽമായ മുന്നേറ്റം പ്രതികരിച്ചു. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. എബിൻ, സിനഡിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് ഇപ്പോൾ പുതിയ ആർച്ച് ബിഷപ്പിനെ സഭയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പുതിയ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് വെല്ലുവിളികൾ ഏറെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുടനീളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം ഉൾപ്പെടെ രൂക്ഷമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും സഭാധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വെല്ലുവിളി ഈ കുർബാന തർക്കം തന്നെയായിരിക്കും. കാരണം പുതിയൊരാൾ വന്നാൽ പോലും സഭയുമായി അല്ലെങ്കിൽ അതിരൂപതയുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആളാണെങ്കിൽ മാത്രമാണ് സഹകരിക്കൂ എന്നാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം അതുപോലെ തന്നെ അതിരൂപത സംരക്ഷണ സമിതി എല്ലാം പറയുന്നത്. റാഫേൽ തട്ടിലിൻ്റെ സ്ഥാനത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുന്നു. എങ്കിൽ പോലും ഈ സഭയുടെ രൂപതയുടെ കാര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത മുന്നോട്ട് വയ്ക്കുന്നത് ജനാഭിമുഖ കുർബാന തുടരണമെന്നും അതുപോലെ തന്നെ എറണാകുളം ബസിലിക്ക തുറക്കണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ മാത്രമാണ് സഹകരണം. അതല്ലാതെ സിനഡിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത വ്യക്തമാക്കിയതാണ്. ഏതായാലും റാഫേൽ തട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. ആരെയും പുറത്താക്കുകയല്ല ലക്ഷ്യം, എല്ലാവരെയും ചേർത്ത് നിർത്തും, എല്ലാവരെയും കേൾക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ശുഭസൂചനയായിട്ട് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായ മുന്നേറ്റം ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെയും സിനഡ് തീരും. സിനഡ് വീണ്ടും സിനഡ് തുടരുന്ന ഘട്ടമാണ്. നാളെയും പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലായിരിക്കും സിനഡ് തുടരുക. ഈ സിനഡിലാവും മറ്റു കാര്യങ്ങൾ, സഭയുടെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഇതുവരെ സിനഡിലുണ്ടായിരുന്നത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു അജണ്ടയെങ്കിൽ ഇനി നാളെ മുതൽ മറ്റു വിഷയങ്ങൾ, സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യും. ശനിയാഴ്ചയാണ് സിനഡ് അവസാനിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ ഈ കുർബാന തർക്കത്തിൽ അടക്കം ഒരു തീരുമാനം ഉണ്ടായേക്കും, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായ ചർച്ചകൾ ഉണ്ടായേക്കുമെന്നാണ് ഇരു വിഭാഗങ്ങളും കരുതുന്നത്. ഏതായാലും അധ്യക്ഷൻ്റെ സ്ഥാനാരോഹണം നാളെയാണ് നടക്കുന്നത്. നാളെ 2:30 മൗണ്ട് സെൻറ് തോമസിൽ വെച്ചാണ് ഔദ്യോഗികമായി റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുന്നത്. ഗോപി. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പാകും മാർ റാഫേൽ തട്ടിൽ. 44 വർഷം നീണ്ട വൈദിക ജീവിതത്തിൽ ഈ സ്ഥാനത്തെത്തുന്നത് ദൈവഹിതമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പറയുന്നു. 1956 ഏപ്രിൽ 21 തൃശൂരിൽ ജനിച്ച റാഫേൽ തട്ടിൽ തൃശൂർ പുത്തൻപള്ളി ഇടവകയിൽ അംഗമായിരുന്നു. ഔസേപ്പ് ത്രേസ്യ ദമ്പതിമാരുടെ 10ാമത്തെ മകൻ. 1971 ജൂലൈ 4 തോപ്പിലെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1980 ഡിസംബർ 21 മാർ ജോസഫ് കുണ്ടുകുളം റാഫേൽ തട്ടിലിനെ വൈദികനായി അഭിഷേകം ചെയ്തു. ആദ്യം അരണാട്ടുകര അസിസ്റ്റന്റ് വികാരിയായും പിന്നീട് മൈനർ സെമിനാരി ഫാദർ പ്രിഫെക്റ്റായും നിയമനം. ഉന്നത പഠനത്തിനായി റോമിലേക്ക്. റോമിൽ നിന്ന് മടങ്ങിയെത്തിയ റാഫേൽ തട്ടിൽ മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടറായി. 1998 മേരിമാത മേജർ സെമിനാരിയുടെ ആദ്യ റെക്ടറായി നിയമിതനായി. 2010 ജനുവരി 15 തൃശൂർ സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ സഹായമെത്രാനായും ബുറൂണിയിലെ ടൈറ്റുലർ ബിഷപ്പായും നിയമിതനായി. 2017 ഒക്ടോബർ 10 ഷംഷാബാദിലെ സീറോ മലബാർ കാത്തലിക് എപ്പാർക്കിയുടെ ആദ്യ ബിഷപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. 2018 ജനുവരി 7 സ്ഥാനാരോഹണം. കുർബാന തർക്കം, സഭാഭൂമി ഇടപാട് തുടങ്ങി നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. റിസർച്ച് ഡെസ്ക് 24. ആശാ വർക്കേഴ്സിനും ദേശീയ ആരോഗ്യ മിഷനുമായി 99 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതോടെ സംസ്ഥാന ബജറ്റ് വിഹിതം പൂർണ്ണമായും നൽകിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നതിനാലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എന്നും മന്ത്രി വ്യക്തമാക്കി. വി. എ. ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, കഴിഞ്ഞ ദിവസമാണ് തെരുവിൽ ഭിക്ഷയെടുത്തുകൊണ്ട് ആശാ വർക്കർമാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടത്. ഇപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ ഒരു ആശ്വാസം നൽകിയിരിക്കുന്നു അല്ലെ ഇടപെടലിലൂടെ? ഗിരീഷ്, ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ഗിരീഷിനെ നമുക്ക് വീണ്ടും ശ്രമിക്കാം. ആശാ വർക്കേഴ്സിനും ദേശീയ ആരോഗ്യ മിഷനുമായി 99 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാന ബജറ്റ് വിഹിതം പൂർണ്ണമായും അവർക്ക് നൽകാനുള്ളത് നൽകിക്കഴിഞ്ഞു എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നതിനാലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടൽ എന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഗിരീഷ് വിവരങ്ങൾ നൽകും. ഗിരീഷ്, പറയൂ. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. വി. എ. ഗിരീഷിനെ ടെലിഫോണിൽ കിട്ടുന്നില്ല. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നിബന്ധനയുമായി മണിപ്പൂർ. ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിൽ നിബന്ധനയുമായി മണിപ്പൂർ സർക്കാർ. നിശ്ചിത ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച് പരിപാടി നടത്താമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ മണിപ്പൂർ സർക്കാർ അറിയിച്ചു. യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അതേ ദിവസം മുഖ്യമന്ത്രിയുടെ പരിപാടി പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചതെന്നും KC വേണുഗോപാൽ വിശദീകരിച്ചു. എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, മറ്റു പാർട്ടി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? ഞങ്ങളുടെ പ്രിയമായിട്ട് മണിപ്പൂരിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. മണിപ്പൂരിലെ ജനങ്ങളോടൊപ്പം സമാധാനപരമായിട്ട് അവർ ജീവിക്കാൻ വേണ്ടി, അവർക്ക് സാഹചര്യമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ യാത്ര. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂർ സർക്കാർ നിബന്ധനകൾ വെക്കാനുള്ള കാരണം എന്താണ്? എന്തൊക്കെ നിബന്ധനകളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാത്ത മണിപ്പൂർ തന്നെ ഈ യാത്രയുടെ തുടക്കമായി, അല്ലെങ്കിൽ യാത്രയുടെ ഉദ്ഘാടന വേദി, അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര ആരംഭിക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി
സർക്കാർ മണിപ്പൂർ സർക്കാർ ഇത് സുരക്ഷാ ഏജൻസികളോട് റിപ്പോർട്ട് തേടിയിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനോട് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ധരിപ്പിച്ചിരിക്കുന്നു. അതിൽ ചില ഉപാധികൾ നൽകിക്കൊണ്ടാണ് മണിപ്പൂർ സർക്കാർ ഈ ഒരു യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് നിശ്ചിത ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കുവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ആളുകളെ ഈ യാത്രയിൽ ഉൾക്കൊള്ളിക്കരുത് എന്നുള്ള ഒരു നിബന്ധന അത് മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പാലസ് ഗ്രൗണ്ടായിരുന്നു ഉദ്ഘാടന വേദിയായി കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ഇംഫാലിലെ. പക്ഷേ അവിടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് അതേ ദിവസം തന്നെ മറ്റൊരു പരിപാടി ഉള്ളതായും കൂടി കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഉദ്ഘാടന വേദി മാറ്റുവാനുള്ള സാധ്യതകൾ കൂടി കോൺഗ്രസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഉദ്ഘാടന വേദി പാലസ് ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കും. എന്തായാലും യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവർത്തിച്ച് പറയുകയാണ്. കാരണം മറ്റൊരിടത്തു നിന്നും ഈ യാത്ര തുടങ്ങുവാൻ സാധിക്കുകയില്ല. മണിപ്പൂരിലെ ജനതയെ ശക്തിപ്പെടുത്തുവാനാണ് നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വടക്കുകിഴക്കൻ സംസ്ഥാനത്തേറ്റ മുറിവ് അത് ഉണക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഇന്ന് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അക്കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യാത്രയുമായി മുന്നോട്ട് പോകും, അത് മണിപ്പൂരിൽ നിന്ന് തന്നെ തുടരും, സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് ജമ്മു കാശ്മീരിൽ പ്രവേശിക്കുവാനിരിക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലേക്ക് കടക്കുകയും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ സമാപന ദിവസം നിബന്ധനകൾ വെച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂർ സർക്കാർ. എന്നാൽ യാത്ര നിശ്ചയിച്ച പ്രകാരം തന്നെ മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങും എന്ന് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. R അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ അരമണിക്കൂറിൽ നമ്മൾ പരിശോധിച്ചത്.